ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഫാരി വാക്കാണ് കേട്ടോ നൈറോബിയിൽ. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നൈറോബി നാഷണൽ പാർക്ക്. ഞാൻ നൈറോബി നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ ഒക്കെ എടുത്തത് കയ്യിലിരിപ്പുണ്ട്, പക്ഷേ ഇടാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാട്ടോ ഇടാത്തത്. ഞാൻ എന്തിനാണെന്നറിയോ ഈ തുടക്കം തൊട്ടേ കാണിച്ചത്. ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്, ഭയങ്കര ക്ലീനായിട്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ, സഫാരി വാക്കിലേട്ട്. കണ്ട് ഇങ്ങോട്ട് ആൾക്കാർ നടന്ന് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ട് നടക്കുക, അതുകൊണ്ടാണ് ഇവിടെ എത്രയും ക്ലീൻ ആയിട്ട് നടക്കുന്നത്. സഫാരി വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരി വാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് മൃഗങ്ങളെ കാണാൻ പറ്റും, ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റില്ല നാഷണൽ പാർക്കിലെ പോലെ. അകത്തോട്ട് പോകാൻ പറ്റില്ല, ഉള്ള ഇവിടെയൊക്കെ ഉള്ളതൊക്കെ കാണാൻ പറ്റും. നേരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവര് അല്ലേ സഫാരി വാക്കില്. ഞാനേ വരാത്തുള്ളൂ പുഞ്ചി. ഹായ് മാമ്പോ. അല്ല അടുക്കും ചിട്ടയായിട്ടിട്ടേക്കണം കണ്ടോ. ഇപ്പൊ പൊഞ്ചിക്ക് ഏകദേശം പ്രായമൊക്കെ പറയാനറിയാം. അത് 1 year ഓൾഡാണ് ആ കൊച്ച്. ഇത് ഭയങ്കര ബോറിംഗ് ആണോ പൊഞ്ചി? ഇവിടെ വന്നത് ഭയങ്കര ബോറിംഗ് ആണോ? വേറെ ആരാണ്ട് ഷൂസിൽ. ഇത് കേരളത്തിലൊരു ഹോം പോലെയൊക്കെ പണിത് വെച്ചേക്കുന്നത്, നല്ല രസമുണ്ട്. ലോട്ടസ് ഉണ്ടെന്ന് പറയണേട്ടെ, നോക്കാം. ഇപ്പം തന്നെ 2 minute. കുറേ നേരം എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ 2 എപ്പിസോഡായിട്ടിടാം കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഈ ഫോണിനകത്ത് സ്പേസ് ഉണ്ട്. ഇവിടുത്തെ കാറ്റുകൊണ്ടാന്ന് തോന്നുന്നു ക്രിസ്മസ് ട്രീ ഒക്കെ ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നൈറോബി സഫാരി വാക്ക്, നൈറോബി സഫാരി വാക്ക് അനിമൽ ഓർഫനേജ് എൻട്രൻസ് ക്വീൻക. One minute. ഇവിടെ കേട്ടോ പേ ബില്ലാണ് ചെയ്യേണ്ടത്. എന്നാൽ കാശ് അയക്കുന്ന പേ ബില്ല് വഴി, നമ്മുടെ PayTM വഴി പോലത്തെ, ഗൂഗിൾ പേ പോലെയൊക്കെ. ഇത് പൊഞ്ചിക്ക് ആമിനയുടെ അമ്മ കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ, അതിട്ടുകൊണ്ട് വന്നേക്കുന്നു. അത് ഇത്തിരി വലുതാണ്, എന്നാലും ലൂസാണ്, എന്നാലും ഇട്ടേക്കുവാണ്. പൊഞ്ചിക്ക് വലിയ ഡ്രസ്സ് ഇടുന്ന ഇപ്പം ഇഷ്ടം. കുറേ ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ ആമ്പലാണേ, താമരയല്ല. ഇത് കണ്ടോ, എനിക്ക് കെട്ടിടമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മഹാരാജാസ് കോളേജൊക്കെ പോലെയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊരു കളർ കോമ്പോ. കുറേ ചെക്കിങ് അവിടെ ഇവിടെയൊക്കെ ചെക്കിങ്. ഈ സൈഡിലും എന്താണെന്നും കൂടെ നോക്കട്ടെ. ഈ സൈഡിലും ആമ്പൽക്കുളം തന്നെയാണ്. ഒരാമ്പൽ വിരിഞ്ഞിപ്പുണ്ട്. ഇത് വൈറ്റ് തന്നെയാ. ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടോ, ആ കെട്ടിടം കാണാൻ ഭംഗിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബോമാസ് ഓഫ് കെനി പോയാലും നാഷണൽ പാർക്കിൽ പോയാലും സഫാരി വാക്കിൽ പോയാലും എപ്പോഴും ഈ പ്ലെയിൻ പോണ ശബ്ദം കേട്ടോണ്ടിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എയർപോർട്ടിൻ്റെ അടുത്താണ്. റൈനോസ് നീഡ്, ഹ്യൂമൻസ് നീഡ്, ചീറ്റാസ് നീഡ്, ഹ്യൂമൻസ് നീഡ്, എലഫൻറ്റ്സ് നീഡ്, ഹ്യൂമൻസ് നീഡ്, എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരുടെയോ കാൽപ്പാതാണ്. ഇതാരുടെയാ? വിച്ച് അനിമൽ മെയ്ഡ് ദീസ് മാർക്സ്? ഇത് ഹിപ്പോയാന്ന് തോന്നുന്നു. ഇതെനിക്കറിയുള്ളൂ, ഇതെനിക്കറിയില്ല. ചിലപ്പോൾ അത് ലയനായിരിക്കും.
Nairobi Safari Walk. Who poses the greatest threat to biodiversity? Please open. ഇംഗ്ലീഷ് വായിക്കാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ. വായിക്കാതിരുന്ന് ഇംഗ്ലീഷ് വായിക്കാൻ ഭയങ്കര പാടാണ്. എനിക്കെന്താ ഇവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണ ഈ പാലം, നല്ല ചെത്തി മിനുക്കി ഉണ്ടാക്കിയിരിക്കുന്ന പാലം, അതെനിക്കിഷ്ടപ്പെട്ടു. അയ്യോ, ഞാനിതുവരെ ഹിപ്പോനെ കണ്ടിട്ടില്ല ഇവിടെ വന്നേ പിന്നെ. ഒരു ഹിപ്പോനെങ്കിലും ഇന്നൊന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാനൊരു 3 വർഷം 10 മാസമായി കെനിയയിൽ. കൊരങ്ങനാ. എവിടെ ഹിപ്പോ? ആ, കണ്ട് ഇവിടെ ഹിപ്പോനെ കണ്ടോ? പിന്നെ മങ്കിയുടെ കുഞ്ഞുമാവയുണ്ട്, അതിന് ഊഞ്ഞാലാട്ടി വിടും അവർ. കുറേ മങ്കിയുണ്ട്. ഫോൺ നോക്കിക്കോണമെന്ന് മനുവേട്ടൻ പറഞ്ഞു. ഇനി ഒരു മങ്കി കുഞ്ഞുണ്ട് അവിടെ, കാണിച്ചു തരാമേ. അയ്യോ, ഒരു കുഞ്ഞു വാവ. ദേ ഒരു കുഞ്ഞു വാവ. അതിന് മരകയറ്റം പഠിപ്പിക്കുമെന്നു തോന്നുന്നു. ഹിപ്പോനെ ഞാൻ എവിടെയെങ്കിലും വെച്ച് അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ചിലപ്പോൾ 1 hour എടുക്കുമായിരിക്കും. അതുകൊണ്ടേ ഞാൻ 2 എപ്പിസോഡായിട്ട് ഇടാമേ. ഇപ്പോഴേ ഞാൻ പറയണേ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, എന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെയൊക്കെ. കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോകും. കുരങ്ങനെ ഓടി വരുമെന്ന്. കുഞ്ചി മനുവേട്ടനെ എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഒരു എന്തുവാ പരിചയം പോലും ഇല്ലാണ്ട് അങ്ങ് ഫ്രണ്ടിൽ പോവുകയാണേ. എൻ്റെ കൃഷ്ണ, അത് മങ്കിയാണോ? പോവല്ലേ, ഞാൻ വരുമ്പോഴത്തേക്ക് കറക്റ്റ് പോകാൻ പോണേ. എൻ്റെ ഫോണും മേടിച്ചോണ്ട് പോവല്ലേ. ആനമുട്ടേ എന്താ പിന്നെ അയാളെന്തിനാ അവിടെ നിൽക്കണേ? ഞാൻ ഈ സിംഹം നിന്നപ്പോൾ ഒറിജിനലാന്ന് പറഞ്ഞു. ഒരു വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് കയറരുതെന്ന് പറഞ്ഞ് മനുവേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു. പക്ഷേ ഞാൻ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിന്ന് വീഡിയോ എടുക്കണ കണ്ടപ്പോഴത്തേക്ക് അയാൾ എന്നോട് പറഞ്ഞു, ക്യാമറ ഇങ്ങനെ തായോ, ഞാൻ എടുത്തുതരാം, കയറി വന്നോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഹിപ്പോ ആണ്. ഞാൻ ഹിപ്പോനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 4 വർഷത്തോടടുത്തായി. എന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഹിപ്പോനെ കാണുന്നത്. അപ്പോൾ അയാൾ എടുത്തു തന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ഷോർട്ടിലിടാൻ പറ്റുന്ന രീതിയിൽ നീട്ടത്തിൽ വന്നത് കേട്ടോ. ഞാനൊരു ഹിപ്പോനെ കണ്ടതാണ്. അവിടെ ഒരു കുരങ്ങനുണ്ട്, എന്താ കുഞ്ഞിക്കുരങ്ങൻ. ഇവിടെ ഒരു ഹിപ്പോ. കുറേ പേരുണ്ട് ഇവിടെ നിൽക്കാൻ. ഇത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ശരിക്കും സിംഹം നിർത്തി ഞെട്ടിപ്പോയി. ഒരു നിമിഷം. ഇത് വലിയ കുരങ്ങൻ. അയ്യോ, വേണമെങ്കിൽ പേടിക്കണ്ട കൊഞ്ചി, ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. പക്ഷെ ഫോണും തട്ടിപ്പറിച്ചോണ്ട് ഓടുവതാ. അപ്പൊ ഹിപ്പോനെ കണ്ടു, നമ്മള് മങ്കീനെ കണ്ടു. ഹിപ്പോ വിത്ത് ഹിപ്പോ കുഞ്ഞു കുരങ്ങൻ. എൻ്റെ ഫോൺ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഫോണും കൊണ്ട് ഈ കുരങ്ങൻ പോയിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യില്ല.
അല്ല, ഫൈറ്റ് ചെയ്യണല്ല അത് വെയിൽ കായനെ. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. കെട്ടിപ്പുണരുന്നോ സ്നേഹിക്കുന്നോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ, സ്നേഹിക്കും അങ്ങോട്ട്. അയ്യോ 15. ഞാൻ ഇതൊന്നും കട്ട് ചെയ്യില്ല, ഞാൻ ഈ പറയണ എല്ലാം തന്നെ ഇതിനകത്തിടും. ഈ ബുൾജറ്റൊക്കെ കണ്ടില്ലേ, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ തന്നെ ഇടും. അതുകൊണ്ട് അവരുടെ വീഡിയോ ഒക്കെ കാണാൻ ആൾക്കാരുണ്ട്. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് ഭയങ്കര പക്വതാപരമാക്കി ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണാൻ ആരില്ല. നമ്മൾ തെറ്റിത്തിരിഞ്ഞാണ് പോകുന്നത്, ഇങ്ങോട്ട് തന്നെയാണ് പോണ്ടേ. അതെന്താ കുറേ അത്രേ ഉള്ളൂ. കുറച്ച് വൈറ്റ് കളർ പോലെ. ഇല്ല, അയ്യോ, ഞാൻ ആകെ കുരങ്ങനെയും ഹിപ്പോനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹിപ്പോ എന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക. ഹിപ്പോ ആണ് സത്യത്തിൽ ഒത്തിരി ആൾക്കാരെ കൊല്ലണേ, നല്ല ശക്തിയുണ്ട് ഹിപ്പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട്. ഞാൻ അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മൾ കാടിൻ്റെ നടുക്കൂടെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒത്തിരി തീറ്റ കിട്ടാനുള്ളതുകൊണ്ട് നമ്മളെ അവർക്ക് വേണ്ട. എലഫൻ്റ് ഒന്നും ഇല്ല, എലഫൻ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയണേ, ഇപ്പം ഇല്ലാന്ന്. ലയൺ വരില്ല വഞ്ചി, ലയൺ കാട്ടിലല്ലേ ഉള്ളൂ. മയിലായിരിക്കും. ഇത് ഇച്ചിരി ഷെയ്ക്കിയാന്ന് തോന്നുന്നു ഈ വീഡിയോ, കാരണം ഉണ്ടല്ലോ ഞാനിങ്ങനെ ഫോൺ തരുമോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇത്തിരി ഷെയ്ക്കിങ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾ സഹിക്കുക കേട്ടോ. ഈ കുരങ്ങനെ മാത്രം കൂട്ടിയിട്ടേക്കണേ. പൊഞ്ചിക്കാണെങ്കിൽ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും സ്മെല്ലിങ് ബാഡ് എന്ന് പറഞ്ഞു. ഇതെന്താന്ന് പറയട്ടെ, ഇത് സിംഹവാലൻ കുരങ്ങനാ, റയർ ഐറ്റോ, അതുകൊണ്ടാ സിംഹവാലൻ കുരങ്ങൻ. സോറി, നിന്നെ ഇവിടെ ഇട്ടേക്കണോണ്ട് സോറി. ഒരു ഹായ് പറ. ഹൗ ആർ യു? സാഡാട്ടോ, ഭയങ്കര സാഡാ. ഇതിനെ മാത്രം അകത്തിട്ടേക്കണോ, അപ്പോൾ ഉണ്ടല്ലോ പുറത്ത് വന്നിട്ട് വേറെ കുരങ്ങന്മാരൊക്കെ കൊതിപ്പിക്കുമായിരിക്കും അല്ലേ. 2 എണ്ണം ഉണ്ടേ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് അവിടെ ഒരെണ്ണമുണ്ട്. കണ്ടോ വാലുണ്ടോ, സിംഹവാലനാ. റയർ ഐറ്റം ആയതുകൊണ്ടാണ് അകത്തിട്ടേക്കണം. മറ്റേതൊക്കെ ലോക്കലാ, അതാണ് അതിനെ തുറന്നു വിട്ടേക്കണം. അതാണ് ഞാൻ പെറ്റി പെരുകി കുറേ ഉണ്ട്. ഹായ് സിംഹവാലൻ കൊഞ്ചു പറയും. അയ്യോ, ഇപ്പം ഞാൻ വീണേനെ. എന്തെന്ന് കേട്ടോ സിംഹവാലൻ ഇംഗ്ലീഷ് പറയണേ അറിയില്ലെന്ന് തോന്നുന്നു. എൻസൈക്ലോപീഡിയക്ക് ഇന്ത്യക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും മനസ്സിലാവില്ല കേട്ടോ, എല്ലാവരെയൊക്കെ ഒരുപോലെ ഇരിക്കണം. ഇന്ത്യക്കാരും കെനിയക്കാരും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു. സൊമാലി എന്തോ അത് റൈനോ, ഇതെന്തൊരു വലിയ ആനവട്ടൻ റൈനോ. എൻ്റെ ദൈവമേ, ഇതെന്തൊരു വലിയ റൈനോയാ. എന്നാ ഇന്നത് ചത്തു പോകുന്നു എൻ്റെ കണ്ണിട്ടിട്ട്. ആനവട്ടം പറയാം, ആനമുട്ടേ. ഇയാളെന്നെ വെടിവെച്ച് വീഴ്ത്തു. ഞാൻ ആനമുട്ടേന്നൊക്കെ വിളിച്ചിട്ടുണ്ടേ, ഒന്ന് നോക്കാമോ? ചെവി മാത്രം അനങ്ങുന്നുണ്ട്. ഉറങ്ങുവാന്ന് തോന്നുന്നു. നല്ലോണം വൈക്കോല ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തീറ്റ തിന്നിട്ട് ഉറങ്ങുക. അനങ്ങാനൊന്നും വയ്യ. നിന്നെക്കൂട്ട അമ്മേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും തരാണ്ടിരിക്കുകയാണല്ലോ ഞാൻ അനങ്ങാണ്ടിരുന്നിട്ട്. 2 സാധനം കൂടെ പോണാണ്ടില്ലേ. അയ്യോ, ലെസ് ഫൗണ്ട് അനദർ വൺ എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്ത പോലെ.
നാഷണൽ പാർക്കിലാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും ഫൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാം ഉണ്ട്, കൂട്ടിലിട്ടേക്കും. നമുക്ക് തിരുവനന്തപുരം സൂ പോലെ കേട്ടോ, പക്ഷെ തിരുവനന്തപുരം സൂവിനേക്കാളും ഭയങ്കര അടിപൊളിയാണ്. എന്തുവാ, ഭയങ്കര പച്ചപ്പ്, തണൽ, ഒത്തിരി മൃഗങ്ങളുണ്ട്. ഓ ജിറാഫുണ്ട്. കൈ കഴുകാൻ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ജിറാഫിന് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ കഴുകാനായിരിക്കും അവിടെ സ്ഥലം വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ജിറാഫ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ കാണാത്തൊരു സാധനമുള്ളൂ ഏട്ടാ, ഇവിടെ വന്നിട്ട് ഞാൻ കാണാത്ത ഒരേ ഒരു സാധനമുള്ളൂ. എന്താണെന്നറിയോ? ആന. ഇതുവരെ കണ്ടിട്ടില്ല ആനേനെ. നാട്ടിൽ നിന്ന് വന്നിട്ട് കണ്ടിട്ടില്ല. 3 വർഷമായി ആനേനെ കണ്ടിട്ട്. സുന്ദരാ, സുന്ദരാ. ഇവർ അതിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ നിന്നാന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങ് പോയി. അതിന് വേറെ പണിയുണ്ട്, അത് പോയി. പക്ഷെ അതിന് ഇത് ബേബി ജിറാഫ്. അത് മാത്രമല്ല ഏട്ടാ, അതിന് ഈ ഫോട്ടോ എടുക്കലൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങ് പോയി. ഇനി എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എങ്ങാനും വന്നാലേ ഞാൻ ചെന്ന് നോക്കട്ടെ. പക്ഷേ അതിന് കുറച്ച് ഫ്രീ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആനമട്ടേ, സുന്ദര, ചക്കക്കുരു, ശുണ്ടു 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 ശുണ്ടു. ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണുമ്പോൾ വരുമെന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു എന്നെ കാണുമ്പോൾ വരില്ല. എനിക്ക് ഓറ കൂടുതലുള്ളതുകൊണ്ട് വരും ഏട്ടാ. അയ്യോ, എൻ്റെ മൊബൈൽ കടിച്ചു പിടിച്ചോണ്ട് പോരുത് കേട്ടോ. വയറ് തിന്ന് നിറഞ്ഞിരിക്കും കേട്ടോ. എന്താണ്ടൊക്കെ തിന്ന് വയറ് നിറഞ്ഞിരിക്കും. ഇങ്ങോട്ട് വാ സുന്ദര, ഇങ്ങോട്ട് വായോ സുന്ദര. എടാ പൊന്നി, ജിറാഫ് തൊഴിക്കും പിന്നെ കടിക്കും. അതൊക്കെയാണ് ജിറാഫ് ചെയ്യണ പരിപാടി. ഇതിൻ്റെ എന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ, എന്നെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇവിടെ എവിടെയോ മുറിഞ്ഞിരിപ്പുണ്ട്, ഞാനത് കണ്ടായിരുന്നു. എവിടെയോ മുറിഞ്ഞിരിപ്പുണ്ട് കണ്ടോ, കാലിൻ്റെ അവിടെ. സുന്ദര 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 കണ്ടോ, എൻ്റെ ഓറ നിങ്ങൾ മനസ്സിലാക്ക്. ഇത്രയും നേരം അവർ വിളിച്ചിട്ട് വരാത്ത ജിറാഫ് ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലേ നോക്ക്. അതാണ് സുന്ദരദർ. പീനാക. എന്നാൽ ഞാനിവിടെ നിൽക്കുന്ന ഒരു വീഡിയോ എടുത്ത കേട്ടോ. ഞാനാണിത് എടുക്കണേന്ന് ആരെങ്കിലും മനസ്സിലാക്കണ്ടേ. കണ്ട എൻ്റെ കാലിൻ്റെ ഇവിടെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. വയറ് നിറഞ്ഞിരിക്കും കേട്ടോ, വയറ്. ഞാൻ തൊട്ടോട്ടെ. ഞാനൊന്ന് തൊട്ടോട്ടെ, ഞാനൊന്ന് തൊട്ടോട്ടെ പ്ലീസ്. ഞാൻ തൊട്ടോട്ടെ. ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. അതിന് സ്നേഹം കൊണ്ട് വന്നല്ലേ. ഇവർക്ക് ഇത്തിരി ധൈര്യം കൂടുതലായിരിക്കും. ഞാനൊന്ന് തൊട്ടോട്ടെ. എൻ്റെ വയറ് നിറഞ്ഞ് തുടുത്തിരിക്കും. ഒന്നും ഞാൻ വയറൊക്കെ മൊട്ടയായിട്ടിരിക്കുക. അനുമട്ടെ വായോ, വാ വാ വാ. ഇന്ന് ഇതിന്റെ ഒരു തൊഴി കിട്ടുന്നതോടുകൂടി എൻ്റെ ആ സുഖങ്ങ് മാറി കിട്ടുന്നതാണ്. സുന്ദര, അയ്യോ ഗർഭിണിയാണെന്ന് തോന്നുന്നു. Stop going away, come back. ഇനി കുജാന്ന് എന്റെ തല പിടിച്ച് കടിക്കല്ലേ സുന്ദര. സുന്ദര തല പിടിക്കല്ലേ. I touch it.
Why are you skating? Look at me. കുഞ്ഞു നിന്ന് ഇഷ്ടപ്പെട്ടടാ, അത് കുഞ്ഞു വന്നുണ്ടോ കണ്ടോ. Ooh, beautiful. ഇനിയും സഫാരി വാക്കിൻ്റെ വീഡിയോ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് സഫാരി വാക്കിൻ്റെ. ഇനി സെക്കൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നല്ലതല്ല എന്തെങ്കിലും ബാഡായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.